ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷൂസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? എല്ലാവരും സേഫല്ലേ? അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മത്തിപ്പീരേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് മത്തിപ്പീരയാണ് എന്നോട് വെക്കാൻ പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ വെക്കാം കേട്ടോ. അറിയാത്തവർക്കൊക്കെ ആയിട്ടാണ്, എല്ലാവർക്കും തന്നെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എനിക്കിത് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്നാവും. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോവാം. ബാ. നമ്മുടെ മത്തിപ്പീര റെഡിയാക്കാനായിട്ടുള്ള മത്തി ഇതോടെ കഴുകി വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞി മത്തിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ കുഞ്ഞാപ്പി മത്തിയും കൊണ്ട് പീര വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാകമാണ്. നമ്മൾ പീര വെക്കാൻ പറ്റിയിട്ടുള്ള മത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനായിട്ട് കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ അത് ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു അരമുറി തേങ്ങയും കൂടെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ക്രഷ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നല്ലോണം ആദ്യം നമുക്കൊന്ന് ക്രഷ് ആക്കി എടുക്കാം. ഇതിനകത്തേക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും കൂട്ടി നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ ക്രഷ് ചെയ്തൊന്ന് നമ്മുടെ ഈ മീനെടുത്ത് വെച്ച ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില എപ്പോഴും കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ മീൻ പീരയൊക്കെ വെക്കുമ്പോൾ വലിയ ടേസ്റ്റാണല്ലോ കറിവേപ്പില കുറച്ചധികം നമ്മുടെ കറിക്കൊക്കെ ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മീനും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പുളിവെള്ളം കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നടുവ ചീന്തിയിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഈ പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ വെള്ളം അടക്കം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ മീൻ പീര വയ്ക്കുമ്പോൾ മീൻ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും. അപ്പം ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചൊന്ന് തിരിഞ്ഞെടുക്കാം. പച്ച വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ. അതാണൊരു പ്രത്യേക ടേസ്റ്റ് മീൻ പീര വെക്കുമ്പോൾ. വെളിച്ചെണ്ണ വെച്ച് നല്ലോണം തിരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കണം. കുറച്ച് വെള്ളമോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇവിടെ നല്ലോണം ഒന്ന് വെന്തോട്ടെ. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. തീരെ സിമ്മിലിട്ട് വെക്കണം കേട്ടോ. തീ കൂട്ടി വെക്കരുത്, ചട്ടീൻ്റെ അടിയിൽ പിടിക്കുമല്ലോ പിന്നെ നമ്മുടെ മീൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇപ്പം ആ സ്മെല്ലൊക്കെ ഒന്ന് വരുന്നുണ്ട്. പിന്നെയും കുറച്ചുകൂടെ ആവാനുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം.
നമ്മുടെ മീൻപീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എന്താ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി കൂടെ ഒന്ന് ഇതാവാനുണ്ട്. ഇത്തിരി കൂടെ ഒന്ന് ആവട്ടെ. ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. മൂടി വെക്കാണ്ട് തന്നെ ഇതിനൊന്ന് വെള്ളം ഒന്ന് തോർത്തി വെക്കാം. ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റ് മീൻപീര റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ചുകൂടെ പച്ച നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ആഹാ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് എന്തൊരു ടേസ്റ്റാണെന്നറിയാമല്ലോ. ഇപ്പം തന്നെ നമുക്ക് ചൂട് ചോറും മീൻപീരയും കൂടെ കഴിക്കാൻ തോന്നും. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമല്ലേ, മീൻ റെഡിയാക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്നാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സി യു. ടേക്ക് കെയർ.